നമ്മൾ പേരൻറ്റിങ്ങിൽ അൺകണ്ടീഷണൽ ലവ് ആണെന്നൊക്കെ പറയും. ഒരു തേങ്ങയുമല്ല. ഇത് ഏറ്റവും കൂടുതൽ കണ്ടീഷനുള്ള ലവ് പേരൻറ്റിങ് ആണെന്ന് ഞാൻ പറയും. നമുക്കുള്ളത് എക്സ്പെക്റ്റേഷൻ, അതായത് നമുക്ക് നടക്കാത്തതെല്ലാം കുഞ്ഞുങ്ങളിൽ കൂടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അത് നമ്മുടെ മാത്രം ഡ്രീമുകളാണ് ഇപ്പം സംഭവിക്കുന്നത്. ആ ഡ്രീം കുഞ്ഞുങ്ങളെ എവിടെ എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് പേരൻസ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ ആദ്യം ഒരു പ്ലാനുണ്ട്. ഏത് പേരൻറ്റിനെയും നോക്കിയാൽ മതി, കുട്ടി ഇപ്പം 3, 4, 5 മക്കളുണ്ടെങ്കിലും അതിനകത്ത് പഠിക്കുന്ന കുട്ടിക്ക് എപ്പോഴും കുട്ടിയോടുണ്ടാവും. പഠിക്കാത്ത കുട്ടികളെ അവരെപ്പോഴും ഒഴിവാക്കും. കാരണം അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, നാളെ ഒരു സമയത്ത് ഇവരിൽ നിന്നാണ് ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ, അതായത് ആദ്യം നാട്ടുകാരെയും വീട്ടുകാരെയും ഞങ്ങളുടെയും ഹാപ്പിനെസ്സിന് വേണ്ടി കുട്ടികൾ വന്നെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദി പേരൻസും കുട്ടികളെ കാണുന്നത്. അതെ, അപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ച് അതും അവരുടെയും ഒരു ബിസിനസ്സാണ്. ഈ കുട്ടി പഠിച്ച് നല്ല സ്കോർ കാണിച്ച് നല്ല കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും വീണ്ടും വേറെ കുട്ടികളെ കിട്ടുക. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി. ചില കുട്ടികൾക്ക് നല്ല IQ ലെവലിലുള്ള കുഞ്ഞുങ്ങൾ നല്ല ലേണിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കും, അവർക്ക് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റും. അത് വെച്ച് മറ്റുള്ള കുട്ടി എൻ്റേർലി ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ലേണിംഗ് മെത്തേഡ് ഡിഫറെൻ്റ് രീതിയിലായിരിക്കും അത് ലോകത്തെ പെർസീവ് ചെയ്യുന്നതും പഠിക്കുന്ന മെത്തഡോളജീസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കൺക്ലൂഷനിലെത്തില്ല. എനിക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളും ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും, ഒരേ IQ ഉള്ളവരായിരിക്കും. അതേപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ചില കുട്ടിക്ക് ഇമോഷണലി അവർക്ക് ഇൻ്റലിജൻറ്റ്, അതർ വൺ ചിലപ്പോൾ പഠിക്കാൻ മാത്രമായിരിക്കും സ്കിൽസ്. നാളെ ഒരു സമയത്ത് അതൊരു ഒരു വലിയൊരു ലോകത്തോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പം ആ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയ പേഴ്സൺ മാത്രമായിരിക്കും എക്സൽ ചെയ്യുന്നത്. അത് തെളിയിക്കുന്ന കാര്യങ്ങളാണ്, അത് തെളിഞ്ഞ കാര്യങ്ങളാണ്.